Hi all, welcome to today's session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡ്രൈഡൻ എന്നുള്ള റെസ്റ്റോറേഷൻ പോയറ്റ് എഴുതിയിട്ടുള്ള ഒരു satire ആണ്. Mac Flecknoe, a satire upon the true blue protestant poet T.S. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ്. ഇത് ഒരു satire ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇതൊരു വേഴ്സ് മോക്ക് ഹീറോയിക് ആണ്. മോക്ക് ഹീറോയിക് എന്ന് പറഞ്ഞാൽ ഒരു എപ്പിക്കിൻ്റെ, ഒരു ഇതിഹാസത്തിൻ്റെ എല്ലാ കോമ്പോണൻസും എടുത്തിട്ട് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം, സില്ലി ആയിട്ടുള്ളൊരു കാര്യം, ഒരു തീം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കളിയാക്കി യൂസ് ചെയ്യുന്നതിനെയാണ് മോക്ക് ഹീറോയിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയം വളരെ ലിറ്റററി, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പോയം ആയതിനാലും, ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പോയം ആയതിനാലും, ഇത് ഒറ്റ വീഡിയോയിൽ ഇതിൻ്റെ കണ്ടന്റ് ആൻഡ് സമ്മറി ആൻഡ് തീം അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതൊരു 5 വീഡിയോസിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി സെഷനായിട്ട് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോയം എഴുതാൻ പോയറ്റ് നിർബന്ധിതനായ സാഹചര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട്, ദെൻ സെറ്റിംഗ്, ഈ പോയം എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്താണ്, പിന്നെ ഇതിൻ്റെ മേജർ തീംസ്, പബ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ കമ്മിങ് ടു ദ ബാക്ക്ഗ്രൗണ്ട്, ഈ പോയം എഴുതാൻ ഉണ്ടായ കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് എന്താണ്? We all know that it is a verse mock heroic written by John Dryden. And it is an attack on Thomas Shadwell, another major poet during Dryden's time. ജോൺ ഡ്രൈഡൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആയിരുന്നു തോമസ് ഷാഡ്വെൽ. ആൻഡ് ഹി വാസ് എ പോപ്പുലർ പോയറ്റ്. ബട്ട് ഇവർ തമ്മിൽ, ജോൺ ഡ്രൈഡനും തോമസ് ഷാഡ്വെലും തമ്മിലുണ്ടായിട്ടുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു റൈവൽറിയിലേക്ക് ലീഡ് ചെയ്യുകയും അതിൽ നിന്ന് ഉണ്ടായ ആ ഒരു വൈരാഗ്യത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഈ ഒരു പോയം, ഒരു റിറ്റാലിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയത്തിൽ ഉടനീളം അറ്റാക്ക് ചെയ്തിരിക്കുന്നത് തോമസ് ഷാഡ്വെലിനെയാണ്. ആൻഡ് ദിസ് വാസ് റിട്ടൺ ഇൻ ദ ഇയർ 1678 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1682. 1682 ഇത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും ഇത് ഡ്രൈഡൻ്റെ തന്നെ മിസലാനി പോയംസ് എന്നുള്ള ആ ഒരു കളക്ഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഇത് എഴുതാനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ മേജർ ആയിട്ടുള്ളത് ഇവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഡിഫറൻസസ് ഇൻ ദർ ഒപ്പീനിയൻസ് ആൻഡ് ഓൾസോ എ സീരീസ് ഓഫ് ഡിസഗ്രിമെന്റ്സ് ദാറ്റ് റോസ് ബിറ്റ്വീൻ ദം, ബോത്ത് ഷാഡ്വെൽ ആൻഡ് ഡ്രൈഡൻ. ഇവർക്കിടയിലുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അതിൽ മേജർ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ദ ഡിഫറെൻറ്റ് എസ്റ്റിമേഷൻസ് ഓൺ ദ പോയറ്റിക് ജീനിയസ് ഓഫ് ബെൻ ജോൺസന്റെ പോയറ്റിക് ജീനിയസ്, അതേ ചൊല്ലി ഉണ്ടായിട്ടുള്ളൊരു തർക്കം അതിനൊരു റീസൺ ആയിട്ടുണ്ട്. കാരണം ബെൻ ജോൺസൺ പോപ്പുലറൈസ് ചെയ്ത ഒരു ജോണറാണ് കോമഡി ഓഫ് ഹ്യൂമർ. ഡ്രൈഡൻ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് കോമഡി ഓഫ് വിറ്റ് ആണ്. കോമഡി ഓഫ് വിറ്റ് കൂടുതലും അന്ന് പോപ്പുലറൈസ് ചെയ്തിരുന്നത് ഷേക്സ്പിയർ ആണ്. അപ്പം അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഡ്രൈഡൻ ഫേവർ ചെയ്തത് ഷേക്സ്പിയറിനെയും ഷാഡ്വെൽ ഫേവർ ചെയ്തത് ബെൻ ജോൺസണെയാണ്, എസ്പെഷ്യലി ഹിസ് കോമഡി ഓഫ് ഹ്യൂമർ. അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കം അത് ഒരു റീസൺ ആണ്. പിന്നെ അവരുടെ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ ആൻഡ് വ്യൂസ് ഓൺ ദി ട്രൂ ഒബ്ജക്റ്റീവ് ഓഫ് എ കോമഡി. ഒരു കോമഡി എന്നുള്ള കാര്യം എന്താണ്, അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, ആ ഒരു കാര്യത്തെ ചൊല്ലിയും തർക്കം ഉണ്ടായിട്ടുണ്ട്. അതൊരു റീസൺ ആണ്. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ പ്ലേജറിസം ആണ്. പ്ലേജറിസം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഷാഡ്വെൽ, നേരത്തെ പറഞ്ഞു ഷാഡ്വെൽ he was often criticized for his open imitation of the style of Ben Jonson. ബെൻ ജോൺസന്റെ ഒരു ആർഡന്റ് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു നമ്മുടെ ഷാഡ്വെൽ. അതുകൊണ്ട് തന്നെ ഷാഡ്വെൽ ഒരുപാട് ബെൻ ജോൺസന്റെ ശൈലിയും മാറ്ററും തീമും എല്ലാം മോഷ്ടിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്, ഒരു കാര്യം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതേ ചൊല്ലിയിട്ട്, ആ പ്ലേജറിസം അതേ ചൊല്ലിയിട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അതൊരു റീസൺ ആണ്. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഡ്രൈഡൻ വാസ് എ ടോറി. അന്ന് റെസ്റ്റോറേഷൻ ടൈമിൽ നമുക്കറിയാം 2 പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദ ടോറി പാർട്ടിയും രണ്ടാമത് വീക്ക് പാർട്ടിയുമായിരുന്നു. അപ്പോൾ ഡ്രൈഡൻ വാസ് എ ട്രോയ് ആൻഡ് ഷാഡ്വെൽ വാസ് എ വീക്ക്. അതൊരു റീസൺ ആണ്. ദെൻ കമ്മിങ് ടു ദ റിലീജിയസ് സൈഡ്,
Shadwell often satirized Catholic and Anglican Church. Shadwell was totally against this Catholic and Anglican practices, and he was a Protestant ആയിരുന്നു. അപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചും കാത്തലിക് ചർച്ചിലുമൊക്കെ പ്രിവെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് അനീതി കാര്യങ്ങളെല്ലാം മാറ്റി അതിനൊരു മാറ്റം കൊണ്ടുവരിക, ആംഗ്ലിക്കൻ ചർച്ച് അതിനെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒബ്ജക്റ്റീവോടുകൂടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നല്ലോ പ്രൊട്ടസ്റ്റൻസ്, who aimed at the revival of the Anglican Church. So we know that obviously Shadwell was one of the representatives of this Protestants. അപ്പോൾ അതുകൊണ്ട് ഷാഡ്വെൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു, അതേസമയം ഡ്രൈഡൻ കാത്തലിക് ആയിരുന്നു, സ്റ്റോൺസ് ആയിട്ടുള്ള ഒരു കാത്തലിക് ബിലീവർ ആയിരുന്നു. അതൊരു റീസൺ ആണ്. അതിനൊരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ദ ലാൻകഷയർ വിച്ചസ് എന്ന് പറഞ്ഞിട്ട് 1682 ഷാഡ്വെൽ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷാഡ്വെൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ കാത്തലിക് ആൻഡ് ആംഗ്ലിക്കൻ ചർച്ചിലെ പ്രാക്ടീസസ് ആണ് കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിനുശേഷം അത് 1682 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രൈഡൻ ഒരു വർക്ക് എഴുതി. ഡ്രൈഡൻ എഴുതിയത് അബ്സലം ആൻഡ് അക്കിറ്റഫൽ ആണ്. അബ്സലം ആൻഡ് അക്കിറ്റഫൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് ഷാഡ്വെൽ വേറൊരു പോയം റീറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ എഴുതി. അതാണ് ദ മെഡൽ ഓഫ് ജോൺ ബേസ്. അത് 1682. അതിന് റീറ്റാലിയേഷൻ എന്നുള്ള രീതിയിലാണ് മാക് ഫ്ലെക്നോ ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇത് പബ്ലിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ് ഇൻ ദ ഇയർ 1682. 1684 അത് റീപബ്ലിഷ് ചെയ്യുകയാണ്. അത് ഡ്രൈഡൻ്റെ തന്നെ കളക്ഷൻ മിസലനി പോയംസ് എന്നുള്ള കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തു. Now coming to the poet John Dryden and the one who is being attacked here, Shadwell. That is T.S. സബ്ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് T.S. അതായത് തോമസ് ഷാഡ്വെൽ. ബെൻ ജോൺസന്റെ ശൈലിയും കാര്യങ്ങളും അതേപടി അനുകരിക്കുന്നതിൽ സർവൈലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹം ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് തോമസ് ഷാഡ്വെൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ പ്രിൻസ് ഓഫ് ടോട്ടോളജി എന്നാണ്. ടോട്ടോളജി എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ, യൂസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ടോട്ടോളജി. നോൺസെൻസ്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. അപ്പോൾ ഷാഡ്വെലിനെ ഡ്രൈഡൻ ഈ പോയത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ദ പ്രിൻസ് ഓഫ് ടോട്ടോളജി എന്നാണ്. ഇനി ഇതിൽ മറ്റൊരു കഥാപാത്രമുണ്ട്, റിച്ചാർഡ് ഫ്ലെക്നോ. ഹി വാസ് ആൻ ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ്, പോയറ്റ് ആൻഡ് മ്യൂസീഷ്യൻ, ആൻഡ് ഹി ഈസ് റിമെമ്പേർഡ് ഫോർ ബീയിങ് made the butt of ridicule by Andrew Marvell, and he was a metaphysical poet, and John Dryden himself. So ഇതിലെ ഫ്ലെക്നോ എന്നുള്ള ക്യാരക്ടറിനെ ശരിക്കും റിച്ചാർഡ് ഫ്ലെക്നോയെ കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫ്ലെക്നോ. അപ്പോൾ റിച്ചാർഡ് ഫ്ലെക്നോ എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റ് പോയറ്റ് ഉണ്ടായിരുന്നു, ഒരു മ്യൂസീഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനു മുന്നേ ഒരുപാട് പേര് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന മേജർ ആയിട്ടുള്ള വ്യക്തികളാണ് ജോൺ ഡ്രൈഡൻ, ആൻഡ്രൂ മാവൽ എന്നുള്ള മെറ്റഫിസിക്കൽ പോയറ്റ്സ്. കൂടുതലും നമ്മൾ ഫ്ലെക്നോയുടെ പോയട്രി നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പോയട്രിയാണ്, അതേസമയം ഒന്നുമില്ല കഴമ്പില്ലാത്ത പോയട്രിയാണ്, നോൺസെൻസിക്കൽ വൺ. ആൻഡ് ഹിയർ ഇൻ ദിസ് പോയം റിച്ചാർഡ് ഫ്ലെക്നോ ഇസ് പ്രസന്റഡ് ആസ് ദ ഫാദർ ഓഫ് ഷെയ്ഡ്വെൽ. ഈ പോയത്തിൽ ഷെയ്ഡ്വെൽ, T.S. എന്ന് പറയുന്നത് ഷെയ്ഡ്വെലിനെയാണ്, ഷെയ്ഡ്വെലിൻ്റെ ഫാദറായിട്ടാണ് റിച്ചാർഡ് ഫ്ലെക്നോയെ ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സമ്മറി, ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടനിലാണ്. ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇവിടെ ലണ്ടനെ റെഫർ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ എന്നുള്ളതാണ്. ദെൻ കമ്മിങ് ടു ദ genre of this poem is mock heroic. A mock heroic poem is the one that employs all those ceremonial components of an epic to depict a silly or trivial situation. മോക്ക് എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക്കിനെ മോക്ക് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് മോക്ക് എപ്പിക്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസ കാവ്യം. അപ്പോൾ ഇതിഹാസ കാവ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സ്റ്റൈൽ ഉണ്ടാകും, എലിവേറ്റഡ് ഡിക്ഷൻ ഉണ്ടാകും, യൂസ് ചെയ്യുന്ന വാക്കുകളെല്ലാം കുറച്ചുകൂടെ നല്ല ഗ്രാൻഡ് സ്റ്റൈലിലുള്ളതായിരിക്കും, റിഫൈൻഡ് ആയിട്ടുള്ള ഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനൊന്നും മാറ്റമില്ല, അത് അതേപോലെ തന്നെ ആ കോമ്പോണൻസ് എല്ലാം അനുകരിക്കും. പക്ഷെ തീമിൻ്റെ ഹാൻഡ്ലിങ്ങിൽ, തീമാറ്റിക് ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എടുക്കുന്ന തീം വളരെ സിലി ആയിട്ടുള്ള, ട്രിവിയൽ ആയിട്ടുള്ള, ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു തീമായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം എപ്പിക്കിൻ്റെ മറ്റെല്ലാ ക്വാളിറ്റീസും മറ്റെല്ലാ കോമ്പോണൻസും അതേപോലെ നിലനിർത്തിക്കൊണ്ട് തീമിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. തീം വരുമ്പോഴത്തേക്കും വളരെ സിലി ആയിട്ടുള്ള ഒരു തീമായിരിക്കും എടുക്കുന്നത്. ആ ഒരു ജോണറാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ദസ് ക്രിയേറ്റ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഫോം ആൻഡ് കണ്ടന്റ് that obviously results in a comic
ഓർ അബ്സേർഡ് ഇഫക്റ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്കും തീം, ഇതിൻ്റെ കോമ്പോണൻസ് എല്ലാം ലിറ്റററി സ്റ്റൈൽ, മറ്റു കോമ്പോണൻസ് എല്ലാം ഒരു ഇതിഹാസത്തിൻ്റെതെന്ന വണ്ണം എലിവേറ്റഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ആകുമ്പോഴത്തേക്കും തീമും അതേസമയം എന്താണ് വളരെ ട്രിവിയൽ ആയിട്ടുള്ള സിലി തീം ആകുമ്പോഴത്തേക്കും ഒരു കോൺട്രാസ്റ്റ് അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പോൾ വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോമിക്, ദാറ്റ് ഓഫ് എ കോമിക് വൺ, കോമിക് അല്ലെങ്കിൽ ഒരു അബ്സേർഡ് ഇഫക്റ്റാണ്. അതുപോലെ തന്നെയാണ് അതിൽ ചൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. ക്യാരക്ടേഴ്സിൻ്റെ നെയിം, അവരുടെ ആക്ഷൻ, അതെല്ലാം കൂടുതലും എന്താണ് അവരെ കളിയാക്കിക്കൊണ്ടുള്ളതായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ തീം സമ്മറി എന്ന് പറഞ്ഞാൽ, സോ ഹിയർ വി ഹാവ് an aged king and his name is Flecknoe. But Flecknoe here, he is in a confused state or he is in a dilemma. He doesn't know who should be chosen or who should be selected as the apt one or the one who fits to rule his kingdom of dullness, poetic dullness. ഇപ്പോൾ ഫ്ലെക്നോ എന്ന് പറയുന്നത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള കിങ് ആണ്. അദ്ദേഹത്തിൻ്റെ കിങ്ഡം സിംബലൈസ് ചെയ്യുന്നത് പൊവറ്റിക് ഡൾനെസ് ആണ്. അതായത് മോശമായ, നിലവാരം കുറഞ്ഞ കവിത എഴുതുന്ന ഒരു പോവറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഫ്ലെക്നോയെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ ഫ്ലെക്നോ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഈ നിലവാരം കുറഞ്ഞ പോയിട്രി എഴുതുന്ന അല്ലെങ്കിൽ പോയട്രിയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന് ഒരു ശരിക്കുള്ളൊരു അവകാശിയെ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്. അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും നന്നായിട്ട് ആ പൊസിഷൻ അലങ്കരിക്കാൻ ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒരു മകൻ, ആ മകനെയാണ് അദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരത്തെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പോണ്ടറിങ്സിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫൈനലി ഹി ഡിസൈഡ്സ് who should be selected or who should be chosen. അങ്ങനെ ഫൈനലി സെലക്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഷാഡ്വെല്ലാണ് ഏറ്റവും ആ പൊസിഷനിലേക്ക് സൂട്ട് ആവുന്നത്. കാരണം ഷാഡ്വെല്ലിൻ്റെ നോൺസെൻസിൻ്റെ കാര്യത്തിൽ ഷാഡ്വെല്ലിനെ വെല്ലാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഷാഡ്വെൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തുന്നതാണ്. ആൻഡ് ഇതിൻ്റെ സമ്മറി വരികയാണെന്നുണ്ടെങ്കിൽ ഷാഡ്വെല്ലിൻ്റെ പിന്നെ ഒരുപാട് അഡ്വെഞ്ചേഴ്സ്, അങ്ങനെയുള്ള കോൺക്വസ്റ്റുകൾ, നോൺസെൻസിൻ്റെ കാര്യത്തിൽ, നോൺസെൻസിക്കൽ പോയട്രി എഴുതുന്ന കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കമ്പാരിസൺ, അല്യൂഷൻസ്, ഇതെല്ലാം നിറഞ്ഞ അവസാനം ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷനാണ് ഇതിൽ എൻഡ് ചെയ്യുന്നത്. ഷാഡ്വെല്ലിനെ ആ കിങ്ഡം ഓഫ് ഡൾനെസ്സിൻ്റെ രാജാവായി ഫ്ലെക്നോ കൊറോണേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ എൻഡിങ്. അപ്പോൾ ഇതിൽ ഫ്ലെക്നോ എന്നുള്ളത് ഫ്ലെക്നോ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് റിച്ചാർഡ് ഫ്ലെക്നോയെയാണ്. ഷാഡ്വെൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തോമസ് ഷാഡ്വെൽ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയ സമ്മറി ഇനി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.